ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇത്തവണത്തെ സീറ്റഡ് എക്സാമിനേഷൻ കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തവർ ഇത്തവണ പറഞ്ഞൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇത്തവണ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 അപ്ലൈ ചെയ്തവരുണ്ടായിരുന്നു. B.Ed കഴിഞ്ഞവരാണെങ്കിൽ പേപ്പർ 1 അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പേപ്പർ 2 സീറ്റഡ് പേപ്പർ 2 മാത്രമാണ് അവർ എഴുതിയത്. അപ്പോൾ ഈ പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും അത് എഴുതിയവർ പറഞ്ഞൊരു പ്രോബ്ലം ടൈമിൻ്റെ ഒരു പ്രശ്നമാണ്. ഒന്നാമതേ നമുക്ക് കേരളത്തിലെ 3 ജില്ലകളിൽ മാത്രമാണ് സെൻറ്റർ ഉള്ളത്. മിക്കവാറും ഉള്ളവരെല്ലാം ഒരുപാട് ദൂരം ട്രാവൽ ചെയ്താണ് സെൻറ്ററിൽ എത്തിയത്. റിപ്പോർട്ടിംഗ് ടൈം ഏർലി മോർണിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പലരും അത്രയും റഷിലും ഒക്കെ വന്നിട്ട് പിന്നെ വന്നിരുന്നൊന്ന് കൂളായി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നേരിട്ട ഒരു പ്രശ്നം ഇതേപോലെ വളരെ ബൾക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമുക്ക് ഈ ഒരു സീറ്റഡ് എക്സാമിനേഷൻ മുമ്പൊക്കെയുള്ള ടേണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ നടന്നപ്പോൾ അത്ര ഒരു പ്രോബ്ലം വന്നില്ല. ഓഫ്ലൈനിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നേരിട്ട പ്രശ്നം ഇത്രയും ബൾക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതിൽ എങ്ങനെയാണ് നമ്മൾക്ക് വേണ്ട നമ്മൾ ചൂസ് ചെയ്ത സംഗതികൾ കണ്ടെത്തി എഴുതി പോകേണ്ടത്. അപ്പോൾ അറിയാമല്ലോ, നമുക്ക് ലാംഗ്വേജ് 1 ലാംഗ്വേജ് 2 വരുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ബുക്ക്ലെറ്റ് വരും. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം നോക്കി കണ്ടുപിടിച്ച് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ടൈം ഒരുപാട് പോയി എന്നുള്ള പരാതി കുറേ പേരുടെ കേട്ടു. ക്വസ്റ്റ്യൻസ് അവർ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്കറിയാമല്ലോ, സീറ്റഡ് ഒരു സെൻട്രൽ ലെവൽ എക്സാമിനേഷൻ ആകുമ്പോഴത്തേക്ക് തീരെ താഴെ ലെവലിലോട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചതും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ ചോദിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു പേപ്പറാണ്. പിന്നെ മാത്സ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്കും അത്രയും ചെയ്ത് എത്താനായിട്ടുള്ള ഒരു പ്രോബ്ലം പറഞ്ഞത് ഇടയ്ക്ക് ഹിന്ദി വരുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിന്ദി വരുമ്പോൾ എല്ലാം കൂടെ കാണുമ്പോൾ ഉള്ളൊരു കൺഫ്യൂഷനൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി അത് നമുക്കറിയില്ല അടുത്തവണ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്തോന്ന് അറിയില്ല. കൃത്യമായിട്ടും നമ്മൾ ആ ഒരു സബ്ജക്റ്റ് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്തൊക്കെ ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ടോ അത് പഠിച്ചിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഈ ഒരു പരീക്ഷയിൽ തീർച്ചയായിട്ടും പറയാൻ കഴിയും. കാരണം പല ലെവലിലോട്ടാണ് ചോദ്യങ്ങൾ പോകുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ലെവലൊന്ന് ഉയർത്തി ചോദിക്കുമ്പോൾ നമ്മൾ ടെൻഷനാകും. അങ്ങനെ ടെൻഷനൊന്നും അടിക്കാതെ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു സ്കോർ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടില്ല, അടുത്തവണ ഒന്നുകൂടെ ഒന്ന് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എഴുതിയെടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സൊക്കെ അവൈലബിൾ ആണ്. നിലവിൽ സീറ്റഡ് പേപ്പർ 1 കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സീറ്റഡ് പേപ്പർ 2 കോഴ്സുകൾ നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും. ലോഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും നിർത്തണ്ട. അപ്പോൾ ഒരു പരീക്ഷ അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് നിങ്ങൾ ഡെസ്പായിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് അടുത്തടുത്ത പരീക്ഷകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.